ഹായ് ഹായ് സിസ്ബ്രോ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അക്ഷയ് കാപ്പാടൻ എന്ന മഹാനായ ഒരു വ്യക്തിൻ്റെ കൂട്ടി പറയുന്നല്ല, എന്നെ സംബന്ധിച്ച മഹാൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു വിശേഷണം കൂടിയുണ്ട്, സിനിമാ സംവിധായകൻ എന്നൊരു വിശേഷണം കൂടിയുണ്ട്. അപ്പോൾ അക്ഷയിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. ബാക്കി വിശേഷം നമുക്ക് അക്ഷയോട് നേരിട്ട് വെച്ചിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് അക്ഷയ് കാപ്പാടൻ. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇന്നില്ല. കുറച്ച് മുന്നേ ആണെങ്കിൽ, അതായത് 3-4 കൊല്ലം മുന്നേ അക്ഷയ് കാപ്പാടെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തേണ്ടി വരുമായിരുന്നു. ഫേസ്ബുക്കിൽ സജീവമാണ് അന്ന് ആ കാലത്തെ. പക്ഷെ ഇപ്പോൾ ഞാൻ വെച്ചാൽ അക്ഷയ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒന്നിച്ച് കാപ്പാടൻ എന്ന് ചേർത്ത് വായിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് അക്ഷയിൻ്റെ വിശേഷങ്ങളിൽ ഇത് കടക്കാം. പിന്നെ അക്ഷയ് കലാപരമായിട്ട് പിന്നെ വളർന്നു വന്ന സാഹചര്യം എനിക്കറിയാം. പിന്നെ ഇവിടെ ഒരു നവോദയ കലാസമിതി ഉണ്ടായിരുന്നു. ഒരു ചൊല്ലുണ്ട്, കാരണം ഞാൻ വെച്ചാൽ നമ്മൾ നാട്ടുപുറത്ത് പാവന്നൂര് ജനിച്ചാൽ സ്റ്റേജ് കയറാത്ത ആളുണ്ടാവില്ല, അതുപോലെ തന്നെ 10-ാം മൈലിൽ ജനിച്ചാൽ കോറപ്പണി എടുക്കാത്ത ആളുണ്ടാവില്ല. അങ്ങനെ ചൊല്ലുണ്ട്. കാരണം 10-ാം മൈലിൽ ഒരു കോറ പ്രദേശമാണ്. അതുപോലെ പാവന്നൂര് ഫുൾ കലാകാരന്മാർ ശരി. പിന്നെ നവോദയന്റെ തന്നെ പിന്നെ വലിയ ശിങ്കാരി മാലിന്യെല്ലാം ഉണ്ടായിരുന്നു. അന്നേരം അക്ഷയിന്റെ കണ്ണല്ല അതിന്റെ സജീവ പ്രവർത്തകരാണ്. അപ്പൊ എല്ലാ മേഖലയിലും നമ്മൾ കൈവച്ചിട്ടുണ്ട്, കലാപരമായിട്ട് എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. നവോദയ അല്ല, ഈ നവോദയന്റെ ഇത് തന്നെയാണ് നമ്മളെ കളരി എന്ന് പറയില്ലേ നമ്മള്, നവോദയാണ് ഇവരെ കലാപരമായിട്ടുള്ള ബിജുവാന്റെ ആയാലും കേൾബ്രോന്റെ ആയാലും ബിജുവാന്റെ ആയാലും എല്ലാവരും നമ്മളെല്ലാം ഇടുന്ന നവോദയന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ധൈര്യം നമുക്ക് ചെറുതല്ല. നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ ആൾക്കാരെ ഫേസ് ചെയ്തിട്ട് നമ്മൾ ധൈര്യമായിട്ട് ഒരു നാടകം കളിക്കുക അല്ലെങ്കിൽ ഒരു കോമഡി സ്കിറ്റ് കളിക്കുക എന്ന് പറയുന്നതിന്റെ ധൈര്യം തന്നെയാണ് നമ്മൾ വീഡിയോ എത്തിച്ചിട്ടുള്ളത്. അതാണ് സഭാകമ്പോ ഒഴിവാക്കി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിന് നവോദയ വഹിച്ച് ഏറ്റവും വലുതാണ്. നമ്മളെ കേൾബ്രോ ബിജുവാങ്കിലും ഒരുപാട് നാടകങ്ങൾ, അക്ഷയാങ്കിലും നാടകങ്ങൾ, സ്കിറ്റുകൾ, പിന്നെ അക്ഷയിൻ്റെ ഏട്ടം ഇതിപ്പ് ഇടിയില്ല നമ്മളെ ചങ്ങായിയാണ്. ഓനാലും ഈ നാട്ടിലുള്ള എല്ലാവരും സ്റ്റേജിൽ കയറി കലാപരമായിട്ടുള്ള പ്രവർത്തനം നടത്താത്ത ആരും ഇല്ലാന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും. അച്ഛൻ മുതല് നാടക നടന്ന അച്ഛൻ. പക്ഷെ ഇതിന്റെ അച്ഛൻ ബാലനാട്ടെ ഉറപ്പിടില്ല, കുറച്ച് മുന്നേ ഇവിടുന്ന് പോയില്ല. ആരും നിലവിൽ വീട്ടിൽ അമ്മ വേഗം പോയി. അച്ഛൻ ഇപ്പൊ മൈ പോയിട്ടില്ല, ഏട്ടൻ ഡ്യൂട്ടി. പിന്നെ ഏച്ചിയും ചെറുതെല്ലാം ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടി. ഞാൻ അലമതിച്ച് വന്നു നോക്കാം, ഇവിടെ ഫുൾ ബ്ലാങ്ക്. അക്ഷയ് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ അക്ഷയ്ക്ക് ചെറുപ്പം മുതലേ സിനിമ എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു? അങ്ങനെ ഇല്ല, നമ്മള് സിനിമ കാണും. എല്ലാ സിനിമയും ഒരു സിനിമ വിടാണ്ട് നമ്മൾ 4 മണിക്ക് വൈകുന്നേരത്തെ ഒരു സിനിമയെ കിട്ടുക. പിന്നെ അതേപോലെ നമ്മൾ അപ്പുറത്തെ കേസറ്റ് ഇറങ്ങുന്ന സമയത്ത് പ്രിന്റ് കോപ്പി ആണെങ്കിൽ പ്രിന്റ് ഏതാ ആദ്യം കിട്ടുക. പിന്നെ നമ്മളെ ചോയ്സ് എന്നെല്ലാം മറ്റേ നമ്മളിതില്ലേ മയ്യില് കേസറ്റ് കൂടി ആടുന്ന ഒരു കേസറ്റ് എടുത്തിട്ട് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് കുറെ ആൾക്കാർ കൂടി വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അടുത്തേതെങ്കിലും വീട്ടിൽ നിന്ന് പറയമിലെ പ്രസാദന്റെ ആടുന്ന കണ്ണോത്ത് ബിജുവാട്ടം ആടുന്നില്ല നമ്മള് സിനിമ കാണോ. അപ്പൊ അന്നേരം സിനിമ ഭയങ്കര ഇഷ്ടം. അതിന്റെ തമാശകളെല്ലാം കണ്ടു വന്നിട്ട് നമ്മളിങ്ങനെ പരസ്പരം പറയാ, ഞാൻ അയാളായിട്ടും അഭിനയിക്കുക അങ്ങനത്തെ എല്ലാ ഒരു ഇതേനും. പിന്നെ അന്നേരം ഒന്നും സിനിമ ചെയ്യാന്നോ അല്ലെ സിനിമ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അങ്ങനെയൊന്നും ഇല്ല. സിനിമ എന്ന് പറയുന്നത് ഏതോ മായാലോകമെന്നുള്ള ധാരണ. പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് വന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 2016 മുതലാണ് സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹമായിട്ട് തുടങ്ങിയത്. ഷോർട്ട് ഫിലിമെല്ലാം ചെയ്ത ആ സമയം. പിന്നെ അക്ഷയിന്റെ ഒരു ഷോർട്ട് ഫിലിമിന് കുറച്ച് ഭാഗത്ത് കുറച്ച് ഇച്ചിരി റോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആൾ കണ്ട്. അത്രക്കും നല്ലൊരു പക്ക ഒരു സിനിമാ മൂടുള്ളൊരു ഷോർട്ട് ഫിലിം കൂടിയാണ്, അത് ഞാൻ പറയാം. പിന്നെ അങ്ങനെ പിന്നെ ഇവിടുന്ന് കുറെ ഷോർട്ട് ഫിലിമെല്ലാം എടുത്തിട്ടുണ്ട്. വയറിന് തന്നെ കുറെ ആദ്യം എടുത്തത് മറ്റേ വെള്ളത്തിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് ഒന്നാന്ന് പോലും അറിയാണ്ട് പ്രകാശാട്ടൻ ഉണ്ടല്ലോ നമുക്ക് ക്യാമറ ചെയ്യാൻ. പ്രകാശാട്ടൻ ത്രൂ അങ്ങനെ ചെയ്തതാണ് SWS എന്ന് പറഞ്ഞത്, സേവ് വാട്ടർ സേവ് ലൈഫ്. പിന്നെ അതിനുശേഷം നമ്മള് പൂജ ചെയ്തു കോവിഡ് സമയത്ത്. പിന്നെ അതിനുശേഷം ചാപ്പൻ അതിന്റെ ഇടക്ക് മറ്റേ സീരീസ്, അത് മിറർ, അതെന്റെ കഥ മാത്രം. ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് മിറർ എന്ന് പറഞ്ഞാൽ അത് വേറെ പുറത്തുള്ള ടീമാണ്. പിന്നെ അതിനുശേഷം ചാപ്പൻ ചെയ്തു. ചാപ്പൻ ചെയ്യുമ്പോ നിങ്ങൾ രാത്രി ഞാൻ നമ്മളെ അനുകൂലം വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രത്യേക ഒരു മൂഡിലൊരു ഷോർട്ട് ഫിലിം ആണ്. അത് അക്ഷയ് പിന്നെ പറ്റുമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അക്ഷയിന്റെ ചാനലിൽ അത് ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറെ ആൾക്കാർ ബിജുവാടിന്റെ അകത്തേക്ക് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അത് കുറെ കാലമായോണ്ട് തന്നെ അത്രക്കും പറഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമ മോഡുള്ള ഒരു ഷോർട്ട് ഫിലിം. കാരണം ആ ഒരു വെളിച്ചത്തിന്റെ അല്ലാതെ എമർജൻസിക്ക് മറ്റേ അല്ല നമുക്കെന്ന് വെച്ചാല് വലിയ ഈ സിനിമ ചെയ്യുമ്പോ വെച്ചാല് ഭയങ്കര അതിനെന്തൊക്കെയോ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം വേണം. ലൈറ്റ് യൂണിറ്റ് ആയാലും എല്ലാം അതിന്റേതായ രീതിയിൽ വന്നാൽ മാത്രമേ
അത് ഭംഗി ഉണ്ടാവും. അല്ലെ പിന്നെ ഇതൊരു നമുക്ക് നാടകത്തിന്റെ ഫീൽ അടിക്കും. ഫോണിലേക്ക് വരുമ്പോൾ സിനിമാറ്റിക് രീതി എന്ന് പറയുന്നത് വേറെ തന്നെ, നമ്മളെ നാടകത്തിന്റെ വേറെയാ. അപ്പൊ നമ്മൾ അതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പേടിയെന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരിലേക്ക് ഇടുന്നില്ലേ, ആൾക്കാർ എല്ലാ രീതിയിലുള്ള സിനിമയും ഇപ്പൊ ഫോണിൽ കാണാൻ പറ്റുന്ന. അപ്പൊ ഇത് ഏത് രീതിയിൽ എടുക്കുന്നല്ല, പക്ഷെ അതൊന്നും ആൾക്കാർക്ക് മനസ്സിലായില്ല. എമർജൻസിക്ക് വർണ്ണക്കള്ള സീറ്റ്, പക്ഷെ അതിന് ആ ചന്ദ്രനൊക്കെ ഇടുന്ന അത് പക്ഷെ നമ്മൾ അറിയാം. നമ്മൾ ചില സാധനങ്ങൾ നമ്മളിപ്പോ ഈ സിനിമയിലായാൽ പോലും നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ കൊയിലോ വർക്ക് പ്രകൃതി നമ്മളെ കൂടെ നിൽക്കുന്ന പറഞ്ഞാണ് അത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടുക. അപ്പൊ കുറെ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിച്ചു CG ചെയ്തതാണോ VFX ആണെന്നും ചോദിച്ചു. അതുകൊണ്ട് എന്നോട് ഫസ്റ്റ് ജംഷീറാ ചോദിക്കുന്നത്, ചന്ദ്രനെ എടുത്ത് ഭയങ്കര സംഭവം ചന്ദ്രൻ അന്ന് ആ ടൈമിൽ നമ്മള് കറക്റ്റ് വന്നു. നമ്മൾ വെച്ചതും ഫ്രെയിമും കാര്യങ്ങളും എല്ലാം ആ ടൈമിന് കറക്റ്റ് ആയിട്ട് വന്നു. പിന്നെ നമ്മള് മാക്സിമം യൂസ് ചെയ്യണല്ലോ, ഇങ്ങനെ പ്രകൃതി നമ്മളെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ അത് മാക്സിമം യൂസ് ചെയ്യുക. അത്രയുണ്ട്. പ്രത്യേക ഒരു മൂഡ് തന്നെയാണ്. അത് നല്ലൊരു അനുഭവമാണ്. അത് രാത്രിക്ക് ആ ചളി അടിയാണ്. അത് നല്ലൊരു പിന്നെ നമുക്ക് അന്നേരം ചൂട്ട് വീശി കൊടുക്കല്ലേനും പണി. നമ്മളീ വർത്താനം ഷിജുവായിട്ട് നല്ലോണം വർത്താനം പറയുന്നത്, ഞാനും നല്ലോണം വർത്താനം പറയുന്ന ആളാ. ഇത് പോലത്തെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് ചുരുക്കിയിട്ട് വേണം കാര്യത്തിലേക്ക് മാത്രമേ, കാരണം നമ്മൾ രണ്ടാളും സംസാര പ്രിയരാണ്. പിന്നെ കുറെ കാലം ആയി കാണാതെ, അപ്പൊ കാണുന്നതിന്റെ ഒരു ഇതുണ്ട്. ഫോണിലുണ്ട്, കോണ്ടാക്ട് ഉണ്ട്, ഫോണിൽ മെസ്സേജ് അയക്കലും കോണ്ടാക്ട് എല്ലാം ഉണ്ട്. ഷിജുവാട്ടൻ നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോ കലാസൃഷ്ടി ഷിജുവാട്ടൻ നമ്മളെല്ലാം നോക്കി കാണുന്ന സമയത്ത് നമ്മളെല്ലാം കുഞ്ഞെ നല്ല വയസ്സുണ്ട്, ഞങ്ങളെല്ലാം ചെറുപ്പത്തിന് ഇങ്ങനെ ഈ ഭാഗത്തുള്ള കലാകാരന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണ് ഷിജുവാട്ടൻ. നമ്മളിങ്ങനെ ഷിജുവാട്ടനിൽ ഇങ്ങനെ എഴുത്ത് ഭയങ്കര അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഷിജുവാട്ടൻ എടുക്കുന്നാലും നമുക്കൊരു സപ്പോർട്ട് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഷിജുവാട്ടൻ ഒരു മെസ്സേജ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ അന്ന് രാത്രി ഷിജുവാട്ടൻ മെസ്സേജ് ഉണ്ടാവും. അല്ല എന്തെങ്കിലും എഴുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എന്ത് ചെയ്താലും അന്ന് രാത്രി ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഷിജുവാട്ടൻ, അനുവേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ മെസ്സേജോ, ഗിരിയാട്ടൻ, നമ്മളെ കൂടെ ഗിരിയാട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ മെസ്സേജ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ ഇത് സിനിമ ഇറങ്ങിയാലും ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളെ മെസ്സേജ് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കില്ല, ഞാൻ അങ്ങോട്ടേക്കൂല, ഇങ്ങോട്ടേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ശരി, ഞാൻ ഫസ്റ്റ് വോയിസ് ഇട്ട കേട്ടില്ല. എന്നിട്ട് അതിന് ശേഷം വോയിസിന് ശേഷം പറഞ്ഞ് ഷിജുവാട്ടൻ്റെ വോയിസ് ഞാൻ കേൾക്കാം, നിങ്ങളുടെ മെസ്സേജ് ഞാൻ വെയിറ്റ് ചെയ്യലാന്ന്, അതിന് ശേഷം കേൾക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഓപ്പൺ ആക്കി. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇവരെല്ലാം നമുക്ക് പരമാവധി സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ നമ്മളെന്ത് നാട്ടുകാർ, നമ്മളെന്ത് കലാപ്രവർത്തകർ, അപ്പൊ ആ രീതിയിലല്ല എനിക്ക് ഇവരെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ആർത്തിയാണ്. ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. നമ്മളെ സപ്പോർട്ടൊന്നും വേണ്ട, കാരണം പിന്നെ നല്ല വയറ്റിലേക്ക് എത്തിപ്പോകുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ അക്ഷയ്, ഞാൻ ആദ്യം പിന്നെ എൻ്റെ രണ്ടാമത്തെ നോവൽ ഇറങ്ങിയതാന്ന് തോന്നുന്നു. അക്ഷയ് എന്നെ വിളിച്ചു പറഞ്ഞു, ഷിയേട്ടാ എനിക്ക് ഒരു പുസ്തകമാക്കിയിട്ട് ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ കൊടുക്കേണ്ട പ്രളയം നടന്ന സമയത്ത്, അതെ പ്രളയം നടന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് സിനിമയുടെ ഒരു ഫീൽ വന്നില്ല തോന്നല്ലേ? അല്ല, ഞാൻ ഈ സിനിമ അതിന് ശേഷം ആ കഥയിൽ എഴുതിയതിന് ശേഷം ഞാനത് ഷോർട്ട് ഫിലിം ഉണ്ട്. സിനിമ എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് വർക്ക്ഷോപ്പിൽ എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി കൈക്ക്, അനിയാന്റെ വർക്ക്ഷോപ്പിൽ ഇരുന്ന സമയത്ത്. അതിനുശേഷം ഞങ്ങൾക്ക് കുറെ കാലം റെസ്റ്റ് ചെയ്യും. അപ്പൊ ഈ സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഫോണിലിരുന്നിട്ട് ഇങ്ങനത്തെ എന്തൊക്കെയോ കഥകളില്ല, ഇപ്പം ആസ്ട്രൽ പ്രൊജക്ഷൻ, അങ്ങനത്തെ കുറെ ഭ്രാന്തുകളില്ല. ഇങ്ങനത്തെ ഇത് എത്ര കൊല്ലം ഇപ്പം അങ്ങനെ കുറെ അസുഖങ്ങളുണ്ട് നമ്മുടെ നാട്ടില്, നമ്മൾ പറഞ്ഞു കേൾക്കാത്ത കുറെ അസുഖങ്ങൾ. അപ്പൊ അതെല്ലാം ഒരു സിനിമാ കഥയായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അതിന്റെ റിസർച്ച്, വർഷം, കൊല്ലം, ഇതിന്റെ ട്രീറ്റ്മെന്റ് അത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കണ്ട് കഥ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഏകദേശം 3 കഥ ആ ടൈമിൽ ഞാനൊരു 3 മാസം കൊണ്ട് ഞാൻ 2-3 മാസം റെസ്റ്റ് ചെയ്യും. ആ സമയത്ത് ഞാൻ 3 കഥകൾ ഞാൻ തയ്യാറാക്കിയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടിട്ടുണ്ട് ഓൾറെഡി സിനിമയിൽ. എനിക്ക് എന്നോട് ചോദിച്ചു, നമ്മളെ മറ്റേ രണ്ടാം മുഴുവൻ അല്ലേ, ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഷിജോട്ട് എവിടെയെങ്കിലും കഥ എഴുതാൻ പറ്റിയ നല്ലൊരു ഒഴിഞ്ഞ വീട് കിട്ടുക എന്നാലും ചോദിച്ചത് സിനിമേന്റെ കഥ ചെയ്തേ. അത് അലീനൊക്കെ എഴുതാനാന്നാണ് ഞാൻ ഇപ്പം വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ അത് ഞാനും സനൂചാട്ടനും കൂടി പയ്യന്നൂരിലുള്ള സനൂചാട്ടനും കൂടി ഒരു സിനിമേന്റെ കഥ പ്ലാൻ ആക്കി. അതെല്ലാം ഓക്കെ. നമ്മൾ ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിനിമ ഇറങ്ങിയാലേ സിനിമ എന്ന് പറയാൻ പറ്റും. നമ്മളിപ്പം ഇറങ്ങുന്നതിന്റെ തലേത്തെ ദിവസം വരെ നിന്നുപോയ സിനിമകൾ ഉണ്ടാവും. എനിക്കറിയില്ല, ഞാൻ വിചാരിക്കുക, ഞാൻ ഇതിന്റെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളിത് ഇറക്കുക എന്ന് പറയുന്നത്, ഈ സിനിമ റിലീസാക്കിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ്. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് വേണം, ഒരുപാട് ആൾക്കാരെ അഭിപ്രായങ്ങൾ, അവരെ ഒരു പെർമിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ സിനിമ റിലീസ് ചെയ്യാന്ന് പറയുന്നത്. ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും സിനിമ റിലീസ് ചെയ്യുന്നത്. പല ചില സിനിമകൾ പകുതിക്ക് വെച്ചിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് മുടങ്ങിപ്പോവും. അതിൻ്റെ ഏകദേശം ഒരു 90% ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും, ബാക്കി 10% ഫിനിഷ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ഭയങ്കര സിനിമ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാനങ്ങനെ വലിയ സിനിമയല്ല ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. സിനിമ ഇറങ്ങിയാലേ ഇറങ്ങിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനും പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒഴിഞ്ഞ വീഡിയോ ചോദിച്ചില്ലേ, അതൊരു കഥ എഴുതാൻ വേണ്ടി ഞാനും സനുചാട്ടനും കൂടി ഇരുന്ന് എല്ലാം കഥയെല്ലാം സെറ്റായി അതെല്ലാം ഒരു സിനിമയായി വന്നിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ
നമ്മളെ അതിന് ശേഷം വന്നതാണ് ഇപ്പം ഒരു സിനിമ വന്നില്ലേ മോഹൻലാൽ മറ്റേ കണ്ണ് കാണാത്തൊരു കുട്ടീൻ്റെ ഒരു കോട്ടൺ ഡ്രാമ വന്നില്ലേ ഒപ്പല്ല നേര് നേര് അതുപോലെ ഒരു വക്കീലായില്ല അതുപോലത്തെ ഒരു കോട്ടൺ ഡ്രാമയാണ് അത്. അങ്ങനെ ഒരു സിനിമയെല്ലാം വന്നിട്ടുണ്ടെങ്കിലേ മലയാളത്തിൽ തന്നെ നമ്പർ 1 സിനിമകളിലേക്ക് കടം പിടിക്കേണ്ട സിനിമയാണ്. പക്ഷേങ്കിൽ അത് എന്തുകൊണ്ടാണെന്നറിയില്ല, അത് മൂപ്പർക്ക് അത്രത്തോളം ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത് ഡ്രോപ്പല്ല, പോസ്റ്റ്പോണ്ടായി പോയിട്ടേ ഉള്ളത്. അതിന് ചിലപ്പോൾ ഭാവിയിൽ വരാം. നല്ലൊരു കഥയാണ്. കഥ പൂർത്തിയാക്കിയില്ലേ? കഥ ഫിനിഷാണ്, സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല നമ്മളതിൻ്റെ. ഞാനെന്നിട്ട് അതിനുശേഷം ഇവിടുന്ന് സെറ്റാക്കിയതിന് ശേഷം പയ്യന്നൂർ പോയിട്ട് റൂം എടുത്തിട്ട് അവിടെ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. നല്ല അങ്ങനെ ഒരുപാട് താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ ഇതിന് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പം സനുചേട്ടൻ ഇപ്പം കുറച്ച് മുന്നേ മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ, സിനിമ ഞാൻ കണ്ടില്ല, ഒരു വീഡിയോ ഉള്ളത് ബോംബെയിലാണ് ഉള്ളത്, വീട്ടിൻ്റെ പരിപാടിയിലുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇത് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമുക്ക് അടുത്ത പരിപാടിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ ആൾക്കാർ സിനിമ കണ്ടതോടെ നമ്മളെ കൊള്ളാം എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അക്ഷയ് ചെറിയൊരു കാൽവെപ്പ് മാത്രമേ ഇത് 3 സിനിമ നിലവിൽ അക്ഷയിൻ്റെ അടുക്ക് ഉണ്ട്, നിലവിലുണ്ട് കഥ എന്ന രീതിയിലുണ്ട്. അപ്പോൾ അത് ഏറ്റവും മികച്ച രീതിയിൽ ഇങ്ങനെ പടിപടിയായിട്ട് വന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നുള്ള നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം അലീനെ കുറിച്ച് പറയാം, അത് കുറച്ചും കൂടി എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അലീനയിലേക്ക് കടക്കാൻ ഞാൻ നിൽക്കുന്നതാണ്.